ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു പുതിയൊരു വീഡിയോയുമായിട്ടാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു തോക്കുകളുടെ ഒരു ശേഖരം, അത് വളരെ അധികം ഉള്ള ഒരു കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് ഞങ്ങൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഷോപ്പിൻ്റെ പേരാണ് തൃശ്ശൂർ ഗൺ ഹൗസ്. നമുക്കതിലേക്കായി പോകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓണറെ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ 30 വർഷത്തോളമായിട്ട് ഈ മേഖലയിലുണ്ട്. പലതരം എയർ ഗണ്ണുകളും എയർ പിസ്റ്റളുകളും എല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്. ലൈസൻസ് ആവശ്യമായിട്ടുള്ള തോക്കുകൾ ഡീൽ ചെയ്യുന്നൊരു സ്ഥാപനം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതൊരു 1973 വരെയുള്ള ഒരു സ്ഥാപനമായിരുന്നു. തൃശ്ശൂർ ഗൺ ഹൗസ്. ഇവിടെ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ ഗണ്ണുകൾ മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ലൈസൻസ് ആവശ്യമില്ലാത്ത എല്ലാതരം എയർ ഗണ്ണുകൾ, എയർ പിസ്റ്റളുകൾ, എയർ റൈഫിളുകൾ, പിന്നെ നേരെ പോകിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഫിഷിംഗ് എക്യുപ്മെൻറ്റ്സ്, ഫിഷിംഗ് റോഡ്, റീല് എല്ലാം നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എയർ പിസ്റ്റളുകളാണെങ്കിൽ ഒരു 1500 രൂപ മുതൽ ഒരു 42,000 രൂപ വരെ വിലയുള്ള എയർ പിസ്റ്റളുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ എയർ റൈഫിളാണെങ്കിൽ ഒരു 3000 മുതൽ ഒരു 60,000 റുപ്പീസ് വരെയുള്ള എയർ റൈഫിളുകളും നമ്മളിവിടെ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു 20-25 വെറൈറ്റികളുണ്ട്. ആർക്കും ഉപയോഗിക്കുക. എയർ റൈഫിളുകൾ സാധാരണഗതിയിൽ എയർ റൈഫിളുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാക്ടീസ് എന്ന നിലയിലൊക്കെയാണ് ആളുകൾ എയർ റൈഫിളുകൾ ഉപയോഗിക്കുന്നത്. ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് ചെറുപ്പത്തിൽ തന്നെ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ മേഖലയിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. അതിന് പല ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് റൈഫിൾ ക്ലബ്ബുകളൊക്കെ ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ഇത്തരം മേഖലകളിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം പഴയ കാലത്തിനെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ കൂടുതലാണ്. ചെറുപ്പത്തിൽ തന്നെ ഇതിന് വേണ്ട രീതിയിൽ ട്രെയിനിങ് കിട്ടി കഴിഞ്ഞാൽ അവർ നല്ലൊരു ഷൂട്ടറായി മാറാനൊക്കെ പറ്റും. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ സ്പോർട്സ് എയർ റൈഫിളുകളും എയർ പിസ്റ്റളുകളും ആ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മൾക്കിന്ന് കുറച്ച് പിസ്റ്റളുകൾ നമ്മൾക്കിന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ റേറ്റുകൾ മുതൽ കൂടിയ റേറ്റുകൾ വരെയുള്ള ഗണ്ണുകൾ ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതൊരു 1500 രൂപ വിലയോളം വരുന്ന ഒരു എയർ പിസ്റ്റളാണ്. ഒരു 10 മീറ്റർ റേഞ്ച് നമുക്കിത് ഫയർ ചെയ്താൽ കിട്ടും. വളരെയധികം ആക്യുറേറ്റ് ആയിട്ട് അടിക്കാം. വേറെ ഓവർ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊരു മോഡലാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു മോഡലിലേക്ക് പോവാം. ഇതാണെങ്കിൽ നമുക്കൊരു 1800 രൂപ ആ റേഞ്ചിൽ വരുന്ന ഒരു പിസ്റ്റളാണ്. ഇതും 10 മീറ്ററോളം റേഞ്ച് ഉണ്ടാവും. ഈ മോഡലിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 2500 പോകും. ഇതാണെങ്കിൽ ഒരു 2700 രൂപ റേഞ്ചിലേക്ക് പോകും. ഒരു 15 മീറ്റർ വരെ ഇതിൻ്റെ റേഞ്ച് കിട്ടും. ഇതൊരു 3900 ആ റേഞ്ചിലേക്ക് പോകുന്നൊരു മോഡലാണ്. ഇതൊരു 2800 ആ റേഞ്ചിലേക്ക് പോകും. ഇത് വേറെ മോഡലാണ്. ഇതൊരു 2400 ആ റേഞ്ചിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത്രയും മോഡലാണ്. പിന്നെ നമുക്ക് വേറെ ഇനി കാണിക്കാൻ പറ്റുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടഡ് മോഡലിലേക്ക് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഇമ്പോർട്ടഡ് മോഡലാണ്. ഇത് ഈ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള എല്ലാ എയർ പിസ്റ്റളുകളും സ്പ്രിങ്ങിൻ്റെ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന എയർ പിസ്റ്റളുകളാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഈ പിസ്റ്റള് സ്പ്രിങ് ഉപയോഗിച്ചിട്ടല്ല ഈ പിസ്റ്റൾ വർക്ക് ചെയ്യുന്നത്. ഈ പിസ്റ്റൾ വർക്ക് ചെയ്യുന്നത് CO2 ക്യാപ്സ്യൂളിൻ്റെ പവർ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടറിൽ ഫില്ല് ചെയ്തിട്ട് ഒരു ക്യാപ്സ്യൂളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫില്ല് ചെയ്ത് ഇതിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിലാണ് അത് ലോഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സിലിണ്ടർ, CO2ൻ്റെ സിലിണ്ടർ ഈ സ്ലോട്ടിലിടും. ഇത് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അമർത്തും. ഇപ്പം ഈ സിലിണ്ടർ ബ്രേക്കായി ഉണ്ടാവും. അതായത് ഒന്നുകൂടി പറയുന്നു, ഈ പിസ്റ്റളിൻ്റെ പേര് വാൾട്ടർ CP99 എന്നാണ് ഈ പിസ്റ്റളിൻ്റെ പേര്. ഇത് മെയ്ഡ് ഫ്രം എവിടെയാണ്? ഇത് ജർമ്മനിയാണ്. ഇത് ആകെ നമുക്ക് വരുന്നത് 27,000 രൂപയാണ് ഈ CO2ൻ്റെ. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് 8 ഷോട്ട് ഫയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നമ്മൾ ഇവിടെ ഒരു നോബുണ്ട്. ഈ നോബ് താഴ്ത്തി കഴിഞ്ഞാൽ ഈ സ്പേസിലാണ് ഇതിൻ്റെ
പെല്ലറ്റ് നമ്മൾ ഇടുന്നത്. പെല്ലറ്റ് ഇടുന്നത് ഇതാണ് അതിന്റെ മാഗസിൻ, റോട്ടറി മാഗസിൻ ആണ്. ഇതിലാണ് നമ്മൾ പെല്ലറ്റ് ഇടുക. ഇതിൽ 8 പെല്ലറ്റ് നമുക്ക് ഇടാൻ പറ്റും. ഇതാണ് അതിന്റെ കേട്ടോ. ഈ 8 പെല്ലറ്റ് ഇട്ടതിന് ശേഷം ഇത് ഈ മാഗസിൻ ഇതിൽ ഇറക്കി വെക്കുന്നു. ഇറക്കി വെച്ചതിന് ശേഷം ലോക്കായി. ഇപ്പം ഈ പെല്ലറ്റ് ഇടേണ്ട ആ വർക്ക് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇതിലിപ്പോൾ ഈ പിസ്റ്റളിൽ ഇപ്പം മാഗസിൻ ഇട്ടിട്ടില്ല, CO2 സിലിണ്ടർ ഇട്ടിട്ടില്ല. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തുറന്നു പോകും. ഈ സ്ലോട്ടിൽ നമ്മൾ പെല്ലറ്റ് നിറയ്ക്കുന്നത്. ഈ സ്ലോട്ടിൽ CO2ന്റെ ക്യാപ്സ്യൂൾ ഇട്ടു. ക്യാപ്സ്യൂൾ ഇട്ടതിന് ശേഷം ഇത് തിരിച്ചാൽ CO2 സിലിണ്ടർ ബ്രേക്ക് ആവും. ബ്രേക്ക് ആയതിനു ശേഷം വീണ്ടും ഈ പൊസിഷനിലിട്ടു, കയറ്റി വെച്ചു, ഫയർ ചെയ്യും. പിന്നെ ഇതിന് സേഫ്റ്റി മോഡുണ്ട്. ഈ പൊസിഷനിലാണെങ്കിലാണ് ഫയർ ആവുള്ളൂ. ഇത് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡെഡായി, പിസ്റ്റൾ ഡെഡായി. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ബാക്കിലോട്ട് വലിക്കണം. ബാക്കിലേക്ക് വലിച്ചാൽ മാത്രമാണ് ഇത് ഫയർ ആവുള്ളൂ. അതായത് ഒന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു റെഡ് ഡോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സാധനം. കിടിലൻ സാധനമാണ്. 27,000 രൂപയാണ് ഇതിൻ്റെ വില. മെയ്ഡ് ഇൻ ജർമ്മനിയാണ്. CP99 എന്നാണ് ഈ മോഡലിൻ്റെ പേര്. നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനം. അപ്പോൾ ഇതൊക്കെ വാങ്ങണമെങ്കിൽ നമ്മുടെ ചേട്ടൻ്റെ കടയിൽ തൃശ്ശൂർ ഗൺ ഹൗസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ID പ്രൂഫുമായി നിങ്ങൾ വരിക. നിങ്ങളുടെ ആധാർ കാർഡോ ഇലക്ഷൻ കാർഡോ പാസ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ID പ്രൂഫുമായി വന്നാൽ തന്നെ, അത് നിങ്ങളുടെ സ്വന്തമായിരിക്കണം. അതുമായി വന്നാൽ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തു തരും ചേട്ടൻ. അങ്ങനെ ഒരു ഷോപ്പാണിത്. തീർച്ചയായും നിങ്ങൾ ഇവിടെ വരിക. സാധനങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എല്ലാ ഐറ്റംസും, എല്ലാ മോഡലുകളും. ഞാൻ എറണാകുളത്തുനിന്നും ഞാൻ ഈ ഗണ്ണുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ അതിൽ കൂടുതലായിട്ട് ഇവിടെ കൂടുതലുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ. കാരണം ഒരുപാട് മോഡൽസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് സെലക്റ്റീവ് ആയിട്ട് ഏത് വേണമെങ്കിലും ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇവിടെ വരിക. ഇനിയും ചേട്ടന് കുറച്ച് മോഡൽസ് ഉണ്ട്, അത് കാണിച്ചു തരും. അടുത്തൊരു ഇമ്പോർട്ടഡ് പിസ്റ്റളിന്റെ കാര്യമാണ് ചേട്ടൻ പറയാൻ പോകുന്നത്. ഇത് അതേപോലെ തന്നെ ഒരു ജർമ്മൻ മേക്കാണ്. ബെറാറ്റ 92 FS എന്ന CO2 പിസ്റ്റളാണ്. സെയിം മെക്കാനിസം വാൾട്ടർ CP99 നമ്മൾ കാണിച്ച അതേ മാതിരിയല്ല, അതിനെക്കാട്ടിലും കുറച്ചും കൂടി വെയിറ്റ് കൂടിയ CO2 പിസ്റ്റളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ബോഡി ഫുൾ മെറ്റലാണ്. ഇതിൻ്റെ പവർ 425 FPS പവർ ഉണ്ടാവും. 8 ഷോട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫയർ ചെയ്യാം. നമ്മളിതിൽ CO2 സിലിണ്ടർ എങ്ങനെയാണ് ഇടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാൾട്ടർ CP99 നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ CO2 പിസ്റ്റലിൻ്റെ ക്യാപ്സ്യൂൾ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു നോബ അമർത്തി കഴിഞ്ഞാൽ ഇത് തുറന്നു. ഇത് തുറന്നു കഴിഞ്ഞിട്ട് ഇതിന്റെ അടിയിലേക്കാളും കുറച്ചും കൂടി ഈസിയാണ് ഇത്. വില കൂടുന്നതിനനുസരിച്ച് അതിന്റെ ക്വാളിറ്റിയിലും വ്യത്യാസവും. ഫുൾ മെറ്റലാണ് ഇത് സാധനം. ഇതിൽ CO2 സിലിണ്ടർ ഇതിലിടുന്നു. അതിനുശേഷം ഇത് തിരിച്ച് ഫുൾ ടൈറ്റ് ആക്കാം. ഫുൾ ടൈറ്റ് ആക്കിയതിനു ശേഷം അടച്ചു വെച്ചു. എന്നിട്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ക്യാപ്സ്യൂൾ ബ്രേക്കായി. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ CO2 ക്യാപ്സ്യൂൾ ഒരിക്കൽ ബ്രേക്ക് ആയാൽ 48 മണിക്കൂറാണ് അതിന്റെ പ്രഷർ അതിൽ നിൽക്കുള്ളൂ. 48 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ പ്രഷർ തനിയെ ഫോറിൻ കൺട്രീസിലൊക്കെ ഇതിലൊരു ക്യാപ്സ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ, CO2 സിലിണ്ടർ ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലബിൽ പോയിട്ട് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഫയർ ചെയ്ത് കളയാം. നമുക്ക് 48 മണിക്കൂർ ഇതിന്റെ പ്രഷർ നിൽക്കും. ഒരു CO2 സിലിണ്ടർ ഇട്ട് കഴിഞ്ഞാൽ 60 ഷോട്ട് വരെ നമുക്ക് അതിന്റെ പ്രഷറിൽ അടിക്കാം. 48 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ CO2 സിലിണ്ടറിന്റെ പ്രഷർ തനിയെ കുറഞ്ഞു വരും. അത് ഇതിന്റെ CO2 സിലിണ്ടർ ഇത് ഇട്ടിട്ട് തട്ടി കഴിഞ്ഞാൽ മാത്രമേ CO2 സിലിണ്ടർ ബ്രേക്ക് ആവുള്ളൂ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു CO2 സിലിണ്ടർ ഇട്ടിട്ട് CO2 ക്യാപ്സ്യൂൾ ഇട്ടിട്ട് ഫുൾ ടൈറ്റ് ആക്കി എടുത്ത് വെച്ചാൽ മതി. ആവശ്യമുള്ള സമയത്ത് മാത്രം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിലിണ്ടർ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇത് ഫുൾ മെറ്റൽ ബോഡിയാണ്. ബെറാറ്റ 92 FS
ഇതൊരു 38,000 രൂപ വില വരുന്ന ഒരു എയർ പിസ്റ്റളാണ്. നല്ല റിസൾട്ടാണ്. 425 FPS പവർ ഇതിൽ കിട്ടുന്നത്. അത് അടിപൊളി മോഡലാണ് കേട്ടോ. വിലയും നമ്മൾ മറ്റുള്ള ഷോപ്പുകളിൽ നോക്കുമ്പോൾ വിലയും വളരെ റീസണബിൾ പ്രൈസാണ്. ഇത് നല്ല നല്ല ഗണ്ണാണ്, അടിപൊളി ഗണ്ണാണ് കേട്ടോ. കണ്ടോ? അടുത്തൊരു പിസ്റ്റളിനെ കുറിച്ച് പറയാം. ഇത് ഗ്ലോക്ക് എന്ന് പറഞ്ഞ പിസ്റ്റളാണ്. ഗ്ലോക്ക് 17 ജനറേഷൻ 3 മോഡൽ പിസ്റ്റളാണ്. ഇതിൻ്റെ ഒരു മെക്കാനിസം സെയിം CO2-ൻ്റെ പ്രഷറിലാണ് ഈ പിസ്റ്റളും വർക്ക് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ മാഗസിൻ കപ്പാസിറ്റി, റോട്ടറി മാഗസിൻ 3 റൗണ്ട് മാഗസിൻ ഇതിൽ ഉപയോഗിക്കാം. പെല്ലറ്റ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പെല്ലറ്റ് യൂസ് ചെയ്യാം, ബോൾ യൂസ് ചെയ്യാം. 0.177 കാലിബറിൻ്റെ പെല്ലറ്റ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മെറ്റൽ ബോളും ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. പവറും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇത് ബ്ലോ ബാക്ക് ആണ്. എന്താണ് ബ്ലോ ബാക്ക് എന്നതിനെ കുറിച്ചാണെങ്കിൽ നമ്മളൊരു CO2 പിസ്റ്റളിൽ നമ്മൾ ഫയർ ചെയ്യുമ്പോൾ മറ്റെല്ലാ പിസ്റ്റളും ഡെഡായിട്ട് ഇത് ചലിക്കില്ല. ഇതിന്റെ ഓരോ ഫയറിങ്ങിലും ഈ സാധനം സ്ലൈഡർ ഇങ്ങനെ അതാണ് ബ്ലോ ബാക്ക്. ശരിക്കും ഒറിജിനൽ പിസ്റ്റൾ ഒറിജിനൽ പിസ്റ്റലിന്റെ സെയിം വർക്കിംഗ് കണ്ടീഷനിലാണ് ഇത് ബ്ലോ ബാക്ക് പിസ്റ്റൾ. ഓരോ ഇത് പോകുമ്പോഴും ആ ഒരു ബാക്കിലോട്ട് അത് സ്ലൈസ് ചെയ്യും. അങ്ങനെയാണ് അതിന്റെ പ്രത്യേകത. ഇതും മെറ്റലാണ്, കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആണ്. ബെറാറ്റ 92FSനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആണിത്. എന്നാലും ഫുൾ മെറ്റലാണ്. നല്ല റിവ്യൂസ് ഉള്ളതാണ്. കംപ്ലൈന്റുകളൊന്നുമില്ല. CO2 ക്യാപ്സ്യൂൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. സേഫ്റ്റി ലോക്ക് ഉണ്ട്. ഇതിന്റെ റേറ്റ് എന്താണ് അത് പറഞ്ഞില്ലല്ലോ. ഇതിന്റെ എന്ത് റേറ്റ് ആണ് ഇതിൽ? ഇതൊരു 40,000 റുപ്പീസ് പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. 40,000. എയർ പിസ്റ്റളെ പോലെ തന്നെ നമുക്ക് എയർ റൈഫിളുകളുണ്ട്. ഒരു 3,500 ആ റേഞ്ച് മുതൽ അങ്ങോട്ട് മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എയർ റൈഫിളുകളുണ്ട്. ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ മോഡലുകൾ ഒരുപാട് മോഡലുകളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള മോഡലുകൾ എന്ന് പറയുന്നത് ഡയാന, ജർമ്മൻ ഡയാന. അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എയർ റൈഫിളുകളാണ്. 1200 FPS ഒക്കെ പവറുള്ള ഡയാന 350 മാഗ്നം ആ എയർ റൈഫിൾ നമ്മുടെ കയ്യിലുണ്ട്. പവർ കൂടുതലാണ്. പിന്നെ നാഷണൽ 350 മാഗ്നം ഇന്ത്യൻ റൈഫിളാണ്. ഒരു ഓൾമോസ്റ്റ് ഒരു 1200 FPS ഇതും പവറുണ്ട്. ഇന്ത്യൻ റൈഫിളുകളിൽ ഏറ്റവും പവർ കൂടിയതാണ്. ഇതെന്ത് വിലയാണ് ഇതിന്? ഇതൊരു 10,000 റുപ്പീസ് ആ റേഞ്ചിലാണ് ഇത് വരുന്നത്. നല്ല റിസൾട്ട് ഉള്ളതാണ്, നല്ല റിവ്യൂസ് ഉള്ളതാണ്, പവർ കൂടുതലാണ്. 1200 FPS വരെ അതുണ്ട്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ജർമ്മനിയുടെ ക്വാളിറ്റി ഉള്ളതുണ്ടെന്ന് പറഞ്ഞു. 1200 പറഞ്ഞു. അതൊന്ന് ഷോ ചെയ്യാവോ എനിക്ക്? ഇത് ഡയാനയുടെ 350 മാഗ്നം എന്ന മോഡലാണ്. ഇതൊരു സ്പ്രിങ്ങർ എയറുകളാണ്. ഇത് മറ്റുള്ള CO പിസ്റ്റളുകൾ നമ്മൾ CO2 വെർഷനൊക്കെ കണ്ടു. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പ്രിങ് ആണ്. സ്പ്രിങ്ങിൻ്റെ പവറിലാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന പെല്ലറ്റ് പുറത്തേക്ക് പോകുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഡിമാൻഡുള്ള എയർ റൈഫിളിൽ ഒന്നാണ് ഡയാന എന്ന ബ്രാൻഡ്. ഡയാനയുടെ എയർ റൈഫിളുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഇത് ഡയാനയുടെ 350 മാഗ്നം എന്ന് പറയുന്ന ഏറ്റവും പവർ കൂടിയ സ്പ്രിങ്ങർ എയർ റൈഫിളുകളാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പവർ തന്നെയാണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു സ്പ്രിംഗ് ആണ് എന്ന് പറഞ്ഞു. സാധാ റൈഫിളും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധാരണ റൈഫിളിന്റെ ഉള്ളിൽ എന്താണ്? സാധാരണ ഇന്ത്യൻ നിർമ്മിത എല്ലാ എയർ റൈഫിളുകളുടെ ഉള്ളിലും വരുന്നത് സ്പ്രിംഗ് തന്നെയാണ്. പക്ഷെ ആ സ്പ്രിങ്ങിന്റെ പ്രഷറിൽ കുറവായിരിക്കും. ഇന്ത്യൻ നിർമ്മിത സ്പ്രിങ് പ്രഷർ കുറവായിരിക്കും. വിദേശത്തു നിന്ന് വരുന്ന തോക്കുകളിലുള്ള സ്പ്രിങ്ങിന് കുറച്ചും കൂടി പ്രഷർ കൂടുതലായിരിക്കും. അപ്പം കൂടുതൽ ദൂരം നമുക്ക് കിട്ടും. ഇതൊരു പ്രീമിയം മോഡൽ, പ്രീമിയം ഡയാന 350 മാഗ്നം ഒരു പ്രീമിയം മോഡലാണ്. എന്ത് വിലയാണ് ഇതിനൊക്കെ? ഇപ്പൊ ഇതിനൊരു 55,000 വരും. ഡയാന നല്ല റേറ്റ് ഉണ്ട്. 55,000 ആണ് ഇതിന്റെ വില. നല്ല ക്വാളിറ്റി ആണ്.
ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ പവറാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ജർമ്മൻ നിർമ്മിതമാണ്. മാഗ്നം പാന്തർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിന്റെ 1200 FPS എന്ന പവർ കിട്ടും. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ സ്റ്റോക്ക് സിന്തറ്റിക് ഫൈബറാണ്. നേരത്തെ 350 മാഗ്നത്തിന്റെ സ്റ്റോക്ക് നമ്മൾ കണ്ടത് വുഡാണ്. ഇതിന്റെ സ്റ്റോക്ക് സിന്തറ്റിക് ഫൈബറാണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് സേഫ്റ്റി ലോക്ക് ഉണ്ട്. 350 മാഗ്നത്തിന് സേഫ്റ്റി ലോക്ക് ഉണ്ട്. ഇതിന്റെ റിയർ സൈറ്റും ബാക്ക് സൈറ്റും ഓപ്റ്റിക്കൽ ഫൈബർ സൈറ്റുകളാണ് വരുന്നത്. അത് തോക്ക് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം, നോക്കുമ്പോൾ കറക്റ്റായിട്ട് സൈറ്റിൽ സാധാരണ എയർ റൈഫിളിന്റെ സൈറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റെഡ് പോയിന്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അടിപൊളിയാണ്, ജർമ്മൻ നിർമ്മിതമാണ്. ഇതൊരു ഇന്ത്യൻ പ്രീമിയം മോഡലാണ്. SDBയുടെ സെന എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. SDB സെന. SDB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എയർ റൈഫിൾ ഇൻഡസ്ട്രിയിൽ ഒരു ആരെങ്കിലും പറഞ്ഞു തരേണ്ട ഒരു പേരല്ല, അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് SDB. അവരുടെ സെന എന്ന് പറഞ്ഞാൽ തന്നെ സ്പെഷ്യൽ മോഡലാണ്. ഇതിന്റെ വുഡ് ബീച്ച് വുഡാണ്. അതിന്റെ ക്വാളിറ്റിയിലൊക്കെ കളറിലും എല്ലാം വളരെ വ്യത്യാസമുണ്ട്. ഒരു ഇംഗ്ലീഷ് തോക്ക് ഉപയോഗിക്കുന്ന സെയിം നമുക്ക് വീട്ടിൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയധികം ഭംഗിയുണ്ടാവും. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്, ഇതിന്റെ സേഫ്റ്റി ലോക്ക് ഉണ്ട്. സേഫ്റ്റി ലോക്ക് നമുക്ക് എപ്പോഴും എയർഗണ്ണിനുള്ളത് ഒരു നല്ല കാര്യമാണ്. ഇന്ത്യൻ നിർമ്മിതമാണ്. SDBയുടെ സെന. ഇത് എന്ത് വിലയാണ്? ഇതൊരു 14,500 വരും. 14,500 നല്ല തോക്കാണ്. 14,500 ആണ്. നല്ല ക്വാളിറ്റിയാണ്, ഇന്ത്യൻ നിർമ്മിതമാണ്, ഗ്ലോസിയാണ്. പെയിന്റ് ഇതിൽ എടുക്കുന്ന വുഡിൽ വരുന്നത് ഗ്ലോസിയാണ്. ആർക്ക് വേണമെങ്കിലും വന്ന് വാങ്ങാം. അതിന് പറ്റിയൊരു ഷോപ്പാണ്. ചേട്ടൻ വളരെ നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്തു തരും. ഇത് എയർ റൈഫിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, എയർ പിസ്റ്റളായിട്ട് യൂസ് ചെയ്യാം. എയർ പിസ്റ്റളായിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഊരി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എയർ പിസ്റ്റളാണ്. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എയർ റൈഫിളായി. എയർ റൈഫിൾ ആകുമ്പോൾ നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് എയിം ചെയ്യാൻ പറ്റും. എയർ റൈഫിൾ എയർ പിസ്റ്റൾ തമ്മിലുള്ള വ്യത്യാസം, എയർ പിസ്റ്റൾ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കൈ നീട്ടി അടിക്കേണ്ടി വരും. എയർ പിസ്റ്റൾ ആകുമ്പോൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് നമുക്ക് ലോഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി എയിം ചെയ്ത് അടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട്. നല്ലൊരു റീകോയിലിംഗ് ഒന്നുമില്ല. എയർ റൈഫിളിന് റീകോയിലിംഗ് ഒന്നുമില്ല. ഇപ്പൊ ഈവൻ ഡയാനി ആയാൽ കൂടി റീകോയിലിംഗ് ഒന്നുമില്ല. നല്ല റിസൾട്ട് ഉള്ളതാണ്. ഇത് നല്ലൊരു മോഡലാണ്. ഡിസ്പ്ലേക്കൊക്കെ വേണ്ടിട്ട് ആളുകൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഈ ടെററിസ്റ്റുകളൊക്കെ കയ്യിൽ കാണുന്ന ടൈപ്പ് സാധനമാണിത്. കണ്ടാ, എല്ലാ മോഡൽസും അവൈലബിൾ ആണ്. യാതൊരു വിധത്തിലും ലൈസൻസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ID കാർഡായിട്ട് വരിക, ആധാർ കാർഡോ ഇലക്ഷൻ കാർഡോ എന്തായിട്ട് വന്ന് ആ ചേട്ടന്റെ കയ്യിൽ കാശും കൊടുത്താൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് എല്ലാം. അപ്പോൾ പല പല മോഡൽസ് ഉണ്ട്. അതാണ് ഇവിടെ വന്നാൽ കാണാനുള്ള ഗുണം. അതാണ് പല പല മോഡൽസ് ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. മറ്റുള്ള ഷോപ്പുകളെ അപേക്ഷിച്ച്, ഞാൻ പോയ ഷോപ്പുകളിലൊക്കെ അപേക്ഷിച്ച് നല്ല മോഡൽസ് ആണ് ഇവിടെ ഉള്ളിരിക്കുന്നത്. അതാണ് ഇതിലുള്ള വിലയും അഫോർഡബിൾ ആണ്. ഇവിടെ വിൽപ്പന നടത്തുന്ന എല്ലാവിധ എയർ റൈഫിളുകളും എല്ലാവിധ എയർ പിസ്റ്റളുകളുടെയും വിൽപ്പനയ്ക്ക് ശേഷമുള്ള എല്ലാ സർവീസുകളും ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തെല്ലാം കംപ്ലൈൻറ്റ് വന്നാലും അതൊക്കെ നമുക്കിവിടെ റിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇപ്പോഴത്തെ പുതിയ ഒരു പ്രകാരം എല്ലാതരം പേയ്മെൻറ്റുകളും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യും. കാർഡ് പേയ്മെൻറ്റുകൾ, ഡെബിറ്റ് കാർഡ് പേയ്മെൻറ്റുകൾ, ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ UPI ട്രാൻസാക്ഷൻ, ഗൂഗിൾ പേ, ഫോൺ പേ, ഓൾ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും.
നിങ്ങൾക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോവാം. വിളിച്ച് പറഞ്ഞ് മുൻകൂട്ടി നമ്മളോട് വിളിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും മോഡൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ID പ്രൂഫും ഞങ്ങൾക്ക് അയച്ചു തരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രിപ്പയറായി ഇരിക്കും. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ അധികം സമയം ചുറ്റില്ല. അങ്ങനെയുള്ളൊരു കാര്യങ്ങളൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിയങ്ങാടിനോട് ചേർന്നിട്ട് വെള്ളേപ്പങ്ങാടി എന്ന് പറഞ്ഞൊരു പഴയ സ്ട്രീറ്റ് ഉണ്ട്. തൃശ്ശൂർ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. ആരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും പറയും. ഇതിൻ്റെ ഒരു ലാൻഡ്മാർക്ക് ഞാൻ നിങ്ങൾക്ക് പറയാം. മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഞങ്ങളുടെ കടയുടെ തൊട്ടടുത്താണ്. അതുപോലെ തന്നെ ജ്വല്ലറി ഇതിൽ പറയുകയാണെങ്കിൽ ഐശ്വര്യ ഗോൾഡ് സൂപ്പർ മാർക്കറ്റ് ഞങ്ങളുടെ തൊട്ടടുത്താണ്. പുത്തം പള്ളിയുടെ ബാക്ക് സൈഡായിട്ട് വരും. വെള്ളേപ്പങ്ങാടി വളരെ പഴക്കം ചെന്നൊരു തിരക്ക് പിടിച്ച സ്ട്രീറ്റാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ മുൻകൂട്ടി ഒന്ന് വിളിച്ചാൽ വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സർവീസുകളും ഞങ്ങൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മോഡലുകൾ എയർ റൈഫിളുകളിലുണ്ട്, എയർ പിസ്റ്റളുകളിലുണ്ട്, CO2 വെർഷനിലാണെങ്കിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശരാകേണ്ടി വരില്ല. എല്ലാ മോഡലുകളും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്.